ഈവനിംഗ് എഡിഷൻ തുടരുമ്പോൾ ഈ നിമിഷം ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. ആരോഗ്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ഹൈക്കോടതിയുടെ അറസ്റ്റ് വാറണ്ട്. രാജൻ ഗൊബ്രഗഡയെ ഈ മാസം 20-ന് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാനാണ് നിർദ്ദേശം. ഭിന്നശേഷിക്കാരായ ഡോക്ടർമാർക്ക് പ്രമോഷൻ നൽകണമെന്ന ഉത്തരവ് പാലിക്കാത്തതിലാണ് കോടതിയലക്ഷ്യ നടപടി. മുജിതബയുണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കുവാനായി. മുജിതബ, ഈ കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷമായ ഒരു വിമർശനവും ഒരു താക്കീതൊക്കെ തന്നെയാണ് ആരോഗ്യ വകുപ്പിന് ഈ വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. എന്താണ് വാർത്തയുടെ സമഗ്ര വിവരം? അജി കുഞ്ഞുമോൻ, കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആരോഗ്യ വകുപ്പിലെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ ബി ഉണ്ണികൃഷ്ണൻ കോടതിയെ സമീപിച്ചിരുന്നു. അതായത് നിലവിൽ അദ്ദേഹം ആരോഗ്യ വകുപ്പിലെ അസിസ്റ്റന്റ് ഡയറക്ടർ പോസ്റ്റിലാണ്. അദ്ദേഹത്തിന് ഭിന്നശേഷിക്കാരനായ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത്തരം പോസ്റ്റിലേക്കുള്ള പ്രൊമോഷൻ നൽകണമെന്നുള്ള ഒരു ഉത്തരവ് ഹൈക്കോടതി ഒരു ഉത്തരവ് ഇറക്കുകയും ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് ആ ഉത്തരവ് നടപ്പാക്കുന്നതിനെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. അപ്പീൽ പോയി. ആ അപ്പീൽ തള്ളി. അതിനുശേഷം റിവിഷൻ പെറ്റീഷൻ കൊടുത്തു. അതും തള്ളി. അതിനുശേഷമാണ് ഈ ഉത്തരവ് നടപ്പാക്കാൻ ഹൈക്കോടതി വീണ്ടും പറഞ്ഞത്. പക്ഷെ ആ ഉത്തരവ് നടപ്പാക്കിയില്ല എന്ന് മാത്രമല്ല, ഉത്തരവ് നടപ്പാക്കാത്ത സാഹചര്യത്തിൽ കഴിഞ്ഞ തവണ ഈ 2024 അവസാനം ഡിസംബർ മാസത്തിൽ ഒരു സിറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്ന് കേസെടുക്കുമ്പോൾ ആരോഗ്യ വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ഇദ്ദേഹം രാജൻ ഗോബ്രഗഡെ കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്ന് കോടതി പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അത് ഇന്ന് പാലിക്കപ്പെട്ടില്ല. ഉത്തരവ് ഇറങ്ങുകയും ചെയ്തില്ല. ഇദ്ദേഹത്തിന് നിയമനം നടക്കുകയും ചെയ്തില്ല. മാത്രമല്ല ഈ ആരോഗ്യ വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി കോടതിയിൽ ഹാജരാകുകയും ചെയ്തില്ല. ഇതേ തുടർന്നാണ് കോടതി കടുത്ത നടപടിയിലേക്ക് കടന്നത്. എന്തായാലും അടുത്ത മാസം 20-ന് ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കണമെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത്. അന്നേക്ക് എന്തായാലും ഇദ്ദേഹം ഒരുപക്ഷെ ഒന്നുകിൽ ഉത്തരവ് ഇറക്കണം, അല്ലെങ്കിൽ കോടതിയിൽ നേരിട്ട് ഹാജരാകണം. എന്തായാലും ഈ അറസ്റ്റ് വാറണ്ട് ഇനി പിൻവലിക്കാൻ കഴിയില്ല. കോടതി ഉത്തരവിട്ടതാണ്. പോലീസിന് ആ നടപടിക്രമങ്ങൾ പാലിച്ചേ പറ്റൂ. എന്തായാലും ഈ ഡോക്ടർ ബി ഉണ്ണികൃഷ്ണന് നിയമനം നൽകണം, അല്ലെങ്കിൽ ഡെപ്യൂട്ടി ഡയറക്ടർ പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ അഡീഷണൽ ഡയറക്ടർ പോസ്റ്റിലേക്ക് നിയമനം നൽകണം എന്നുള്ളൊരു ഉത്തരവ് നേരത്തെ കോടതി പറഞ്ഞിരുന്നു. അത് പാലിക്കാത്തതിലാണ്, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാത്തതിലാണ് കോടതി അലക്ഷ്യ നടപടി ഫയൽ ചെയ്തത്. അതിനനുസരിച്ചാണ് ഇപ്പോൾ അറസ്റ്റ് വാറണ്ടുമായി ഹൈക്കോടതിയുടെ നീക്കം. അജി കുഞ്ഞു.